നമസ്കാരം. തിരുവാതിരയോടനുബന്ധിച്ച് ഇന്നലെ കൂവപ്പായസത്തിൻ്റെ വിശദീകരണം ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു ആള് പറഞ്ഞു കൂവയുടെ കൂടെ പുഴുക്കും വേണം എന്ന്. എന്നാൽ ശരി, പുഴുക്കുണ്ടാക്കിയേക്കാന്ന് വെച്ചിട്ട് ഇന്ന് പുഴുക്കുണ്ടാക്കുകയാണ്. പിന്നെ ഇടിച്ചക്കയുടെ പുഴുക്കാണ്. നമ്മൾ ഇടിച്ചക്ക വാങ്ങിയതാണ്. പ്ലാവിലുള്ള ചക്ക പറിക്കാറായിട്ടില്ല, ഉണ്ടാവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങി അത് അതിൻ്റെ മുള്ളൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് അതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ പയറ് വെള്ളത്തിലിട്ടിട്ട് വെച്ചിരുന്നു. പയറ് വെള്ളത്തിലിട്ട് വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് വെച്ചു. വേണമെങ്കിൽ അതിൻ്റെ വെള്ളം ഊറ്റി കളയാം. ഒരു കറുത്ത നിറമൊക്കെ ഉണ്ടെങ്കിൽ പയറിൻ്റെ ആ വെള്ളത്തിലാണ് സത്തെന്നൊക്കെയാണ് പറയുക. ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞിട്ട് ഈ പയറിൻ്റെ കൂടെ ഈ ചക്ക കഷ്ണങ്ങളിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പും ചേർത്തതിന് ശേഷം കുക്കറിൽ തന്നെ ഒന്നും കൂടി വേവിക്കും. അധികം വെള്ളം ചേർക്കേണ്ടതില്ല പുഴുക്കിനായതുകൊണ്ട്. ശരിക്കും ചേമ്പിൻ്റെ പുഴുക്ക്, ചേമ്പ്, ചേന, കാവത്ത് ഇതൊക്കെ വെച്ചിട്ടും പുഴുക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്കിവിടെ ലഭ്യമായ സാധനം ചക്കയായിരുന്നു. അപ്പോൾ അതെടുത്ത് കുക്കറിൽ ആദ്യം പയറ് വേവിച്ചതാണ്. അതിൻ്റെ പാടുകളാണ് ഇതൊക്കെ. വീണ്ടും ഒരു 2 വിസിലും കൂടി വന്നാൽ മതി. ചക്ക ഉണ്ടാവും. അതിലേക്ക് നാളികേരം ചെറുകി ഒന്ന് ചതച്ച് അത് ചേർത്ത് നല്ലോണം ഇളക്കി അതിലേക്ക് നല്ലോണം ഇളക്കി ഉടച്ച് എടുക്കേണ്ടതാണ്. ഉടച്ചു കഴിഞ്ഞാലാണ് അത് ചേരുള്ളൂ. കറിവേപ്പില ഇട്ടു. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഇനി വേണ്ടത്. ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്. വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചെറുച്ചെണ്ണ വെച്ചപ്പോൾ പുഴുക്ക് പാകമായി. അപ്പോൾ ഇതിൽ കൂവയുണ്ട്, പുഴുക്കുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, ഉപ്പുമാവുണ്ട്, ഗോതമ്പ് ഉപ്പുമാവുണ്ട്. ഇതാണ് ഇന്നത്തെ തിരുവാതിര. അതിൻ്റെ കൂടെ കുറച്ച് നാടൻ ചീര കിട്ടിയായിരുന്നു.